10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ ഒരു പാഠഭാഗമാണെന്ന് എടുക്കാൻ പോകുന്നത്. അടിസ്ഥാന പാഠാവലിയിൽ നമ്മൾ ഇതിനു മുമ്പിട്ട വീഡിയോസിനൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ നൽകിയ അകമഴിഞ്ഞ സ്വീകരണത്തിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടാണ് സാറ് അടുത്ത വീഡിയോയിലേക്ക് കടക്കാൻ പോകുന്നത്. നമ്മളിനി എടുക്കാൻ പോകുന്ന പാഠം പത്രനീതിയാണ്. പത്രനീതി എന്ന പാഠമാണ്. അതിനു മുമ്പായിട്ട് അതിലൊരു യൂണിറ്റ് ഉണ്ട് അല്ലേ, വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര് അല്ലേ. വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വാക്കുകൾ വിടരുന്ന പുലരികൾ. നമ്മുടെ പത്രമാധ്യമങ്ങളെക്കുറിച്ച് തന്നെയാണ് അതിൽ ചർച്ച ചെയ്യുന്നത് അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് അക്ഷരങ്ങൾ പൂക്കുന്ന, വാക്കുകൾ പൂക്കുന്ന പുലരിയായി മാറുന്നത് എപ്പോഴാണ്? വാക്കുകൾ വിടരുന്ന പുലരികളായി മാറുന്നത് പത്രമാധ്യമങ്ങളിലൂടെയാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ലോകത്തുള്ളതിൽ വെച്ച് 90% ആളുകൾക്കും രാവിലെ അവരുടെ പ്രഭാതം ആരംഭിക്കുന്നത് ഒരുപക്ഷെ പത്രപാരായണത്തിലൂടെ ആയിരിക്കണം അല്ലേ. ആ ഒരു രീതി ആയിരിക്കണം വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന യൂണിറ്റിന് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം ആ യൂണിറ്റിലെ ഒരു പാഠമാണ് പത്രനീതി എന്ന് പറയുന്നത് അല്ലേ. പത്രനീതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇന്നും പത്രത്തെ ആശ്രയിച്ചു കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലേ. വാർത്തകൾ, ചില ആളുകൾക്ക് പ്രഭാത ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും പ്രശ്നമുണ്ടാവില്ല. പക്ഷേ അവർക്ക് പത്രം ലഭിച്ചില്ലെങ്കിൽ ആ ദിവസം അസ്വസ്ഥമാകുന്ന ആളുകളുണ്ട്. പിറ്റേ ദിവസം പത്രമില്ല എന്നറിഞ്ഞ് തലേ ദിവസത്തെ പത്രം പകുതി വായിച്ച് ബാക്കി നാളെ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശീലം പോലെ അത് പിന്തുടരുന്ന എത്രയോ ആളുകളെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പത്രങ്ങൾ എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതിലേക്കാണ് ശ്രീ സുകുമാർ അഴീക്കോടിൻ്റെ ഈ പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം സുകുമാർ അഴീക്കോടിനെ, അദ്ദേഹം പ്രസംഗകനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് തത്വമസി എന്ന് പറയുന്ന കൃതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. അപ്പോൾ ഓരോ പാഠങ്ങൾ എടുക്കുമ്പോഴും പ്രത്യേകം എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഴുത്തുകാരെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാവണം. കാരണം എന്താണെന്നറിയോ, ഏത് ചോദ്യം 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ചോദ്യങ്ങളിൽ നമ്മൾ നേരിടുന്ന സമയത്ത് എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എഴുത്തുകാരനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ ആ എഴുത്തുകാരനെക്കുറിച്ച് ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് സുകുമാർ അഴീക്കോട് പ്രസംഗകൻ, തത്വചിന്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലൊക്കെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രനീതി മുന്നോട്ട് വെക്കുന്നത് പത്രങ്ങൾ ഇന്ന് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതിലേക്ക് തന്നെയാണ്. ഈ പാഠം എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. 1910 സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ, സത്യം തൻ്റെ പത്രത്തിലൂടെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ട ഒരാളുണ്ട്, ഒരു പത്രപ്രവർത്തകനുണ്ട്. നമുക്ക് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പത്രപ്രവർത്തകൻ നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. അത് 1910 അത് മറ്റാരുമല്ല, ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ്. തിരുവിതാംകൂർ ദിവാൻ ഭരണം നടന്ന സമയത്ത് ആ ദിവാൻ ഭരണം സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ നിന്ന സമയത്ത് അതിനെതിരെ ശക്തമായി തൻ്റെ സ്വദേശാഭിമാനി എന്ന പത്രത്തിലൂടെ ശക്തമായ നഖശികാന്തം എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ദിവാൻമാർ പത്രം നിരോധിക്കുകയും ബാൻ ചെയ്യുകയും അല്ലെങ്കിൽ നിരോധിക്കുകയും അദ്ദേഹത്തെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കണം നിങ്ങൾ, പത്രധർമ്മം കൃത്യമായി പാലിച്ചതിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ്റെ നാടാണ് നമ്മുടെ കേരളം എന്നുള്ളത് കൂടി എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കുക. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പത്രധർമ്മം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അതിലേക്കാണ് നമ്മൾ ആദ്യം കടക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇന്നത്തെ പത്രങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. കാരണം വാർത്തകൾ പലപ്പോഴും സത്യത്തിൻ്റെ പക്ഷത്തു നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് പത്രധർമ്മങ്ങൾ മാറിയിട്ടുണ്ടോ അല്ലേ? സത്യം വച ധർമ്മം ചര അല്ലെ, സത്യം പറയുക, ധർമ്മത്തിലൂടെ സഞ്ചരിക്കുക എന്ന മുഖമുദ്ര പത്രങ്ങൾക്ക് എന്നോ കിട്ടിയതാ. ആ ഒരു മുഖമുദ്ര ഇന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ ഈ പാഠഭാഗത്തിലുള്ളത്. അതുകൂടെ മക്കൾ ഓർത്ത് വെക്കുക. പത്രനീതി എന്നാണ് വായിക്കേണ്ടത്. പത്രനീതി എന്നാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് പാഠത്തിലേക്കൊന്ന്
കണ്ണോടിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കറിയാം മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ബഹുലക്ഷക്കണക്കിന് മാധ്യമങ്ങളുണ്ട് അല്ലെ. പല രൂപത്തിലും നവമാധ്യമങ്ങൾ, നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഇന്ന് സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുകൂടെ എൻ്റെ മക്കൾ ഓർത്തു വെക്കുക. പക്ഷേ ഇവിടെ ആ സമൂഹ മാധ്യമങ്ങളെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. എന്താണ്, നമ്മുടെ സാധാരണ പത്രങ്ങൾ ദിനം പ്രതി നമ്മുടെ വീടുകളിൽ രാവിലെ എത്തുന്ന പത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നുകൂടി എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം അല്ലേ. പത്രങ്ങളെ പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ. വലിയ പ്രതിദിന പത്രമാധ്യമങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ എഴുതുന്നത്. വലിയ പ്രതിദിന പത്രമാധ്യമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ദിവസവും എത്തുന്ന പത്രമാധ്യമങ്ങൾ. അവ എങ്ങനെയുള്ളവയാണ്? പ്രതിദിനം, ദിനം തോറും അല്ലേ, പ്രതിദിനം, ദിവസം തോറും നമ്മുടെ മുന്നിലെത്തുന്ന വാർത്താ മാധ്യമങ്ങളുണ്ടല്ലേ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഏതെങ്കിലും മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. എല്ലാ മാധ്യമങ്ങളും നമുക്കറിയാം. നിങ്ങളുടെ വീടുകളിലെത്തുന്ന പത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് ദിനം പ്രതി എത്തുന്ന പത്രമാധ്യമങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറ്റു തരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ലേഖനം പോലെ തന്നെ മറ്റൊരു എഴുത്തിൻ്റെ ശൈലിയാണ് പ്രബന്ധം എന്ന് പറയുന്നത്. പ്രബന്ധം എഴുതുക ഇവിടെ ആനുഷംഗികം മാത്രം, അപ്രസക്തമാണ്. അപ്രസക്തമെന്നോ അല്പമെന്നോ കേട്ടോ, അല്പം മാത്രമേ ഇവിടെ അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ല എന്നൊക്കെയാണ് ഈ വാക്കിനർത്ഥം. മാത്രമാണ്. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ദിനം പ്രതി നമ്മുടെ വീടുകളിലെത്തുന്ന എങ്ങനെയുള്ള പത്രങ്ങൾ? വലിയ പ്രതിദിന പത്രങ്ങൾ അല്ലേ. നമുക്കറിയാം ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ പത്രമാധ്യമങ്ങൾ എടുക്കുന്ന സമയത്ത് നോക്കൂ നിങ്ങൾ, പ്രധാന പേജിൽ തന്നെ, ഫ്രണ്ട് പേജിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പരസ്യങ്ങളും ഇടയ്ക്കിടെ വിട്ടുമാറാതെ വരുന്ന പരസ്യങ്ങളൊക്കെ കൊണ്ടൊക്കെ നമ്മുടെ പത്രമാധ്യമങ്ങൾ നിറഞ്ഞ് വാർത്തയേക്കാൾ പരസ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പത്രമാധ്യമങ്ങളായി നമ്മുടെ പത്രധർമ്മമൊക്കെ മാറിയ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആ പത്രങ്ങളെയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്നുകൂടി എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. ഏത് മനുഷ്യനും വാർത്ത അറിയുന്നതിന് മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു അല്ലേ. വാർത്ത അറിയാൻ മാത്രമല്ല വാർത്ത കൊടുക്കാനും നമ്മൾ പത്രങ്ങൾ തന്നെയാണ് ആശ്രയിക്കുന്നത് അല്ലേ. ഇന്നത്തെ അല്ല, കുറച്ച് മുൻപുള്ള കാര്യമാട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ വാർത്തകൾ വിരൽത്തുമ്പിൽ നമുക്കെത്തിക്കാവുന്ന സാങ്കേതിക വിദ്യ നമുക്കുണ്ട് അല്ലേ. സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വാർത്ത നമ്മളെ മുൻപിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്നുണ്ട്. പക്ഷേ പത്രമാധ്യമങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വാർത്ത അറിയാൻ മാത്രമല്ല വാർത്ത നൽകാനും നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? പത്രങ്ങളെ തന്നെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ വീടിനകത്തെ അല്ലേ, വീടിനകത്തെ കൊലായിലെ അകായിലെ വീടിനകത്തുള്ള സംഭവത്തെ ലോകത്തിന് മുമ്പിലും എത്തിക്കുന്നു. എന്താണ്? നമുക്കറിയാം ലോകത്തിന് മുമ്പിലുള്ള വാർത്തകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പ്രഭാതം എത്തുമ്പോൾ ഒരു ബെല്ലടിയോടുകൂടി നീട്ടിയെറിഞ്ഞ് നമ്മുടെ വരാന്തയിലേക്ക് നീട്ടിയെറിഞ്ഞ് പോകുന്ന പത്രക്കാരൻ ആ പത്രം നമ്മൾ ചൂടോടുകൂടി വായിക്കുന്നു. ലോകത്തിൻ്റെ വാർത്തകൾ മുഴുവൻ നമുക്ക് ആ പത്രത്തിലൂടെ അറിയാൻ കഴിയുന്നു. ഇനി നമ്മുടെ വീടിനകത്തൊരു സംഭവമുണ്ടെങ്കിൽ അത് ലോകത്തിന് മുമ്പിൽ എത്തിക്കാനും പ്രധാന ഉപാധിയായി നമ്മൾ കാണുന്നത് പത്രത്തെ തന്നെയാണ് അല്ലേ. അതിനൊരു ഉദാഹരണം പറയൂ എൻ്റെ കുഞ്ഞുങ്ങളാ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം അത് നമ്മൾ വാർത്തയിലൂടെ കാണാൻ പറ്റും. നമ്മുടെ വീടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ കോഴിക്കോട് ജില്ലയ്ക്ക് അടുത്ത കൂടരഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് ബൈക്ക് ആക്സിഡൻറ്റിൽ 2 കുഞ്ഞുങ്ങൾ മരിച്ചു അല്ലെ, 2 വിദ്യാർത്ഥികൾ മരിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അകായിലുള്ള സംഭവമാണ്. വീടിനകത്ത് എന്നുള്ളതിനേക്കാൾ എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. അത് പത്രങ്ങളിലൂടെ കേരളം മൊത്തം അറിഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ
ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന കുരുതിയെക്കുറിച്ചുമൊക്കെ നമ്മൾ അറിയുന്നു. അങ്ങനെ ലോകത്തിലുള്ള വാർത്തകൾ നമുക്ക് മുന്നിലേക്കും നമ്മുടെ മുന്നിലെ ഉള്ളത് ലോകത്തിന് മുമ്പിലേക്കും എത്തിക്കാനുള്ള ഏക ഉപാധികളിലൊന്ന് മാധ്യമങ്ങൾ തന്നെയാണ്, പത്രമാധ്യമങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള വാർത്തകൾ നമ്മുടെ കൈകളിലേക്കും നമ്മുടെ അകായിലുള്ള നമ്മളെ വീടിനകത്തുള്ള വാർത്തകൾ ലോകത്തിന് മുമ്പിലും എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് പത്രമാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞത് മനസ്സിലായോ മക്കൾക്ക്? അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. നമുക്കൊരു പത്രത്തെ വിമർശിക്കണമെന്ന് കരുതുക, ആ പത്രത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറയണമെന്ന് കരുതുക. അതിനും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന മറ്റൊരു പത്രത്തെ തന്നെയാണ്. പത്രങ്ങളെ വിമർശിക്കേണ്ടി വന്നാൽ ആ വിമർശനം പോലും പ്രചാരം ലഭിക്കണമെങ്കിൽ അതും പത്രത്തെ തന്നെ നമ്മൾ ആശ്രയിക്കണം. അപ്പോൾ പത്രം നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ലോകത്തുള്ള വാർത്തകൾ നമ്മുടെ കൈകളിലേക്കും നമ്മുടെ വീടിനകത്തുള്ള വാർത്തകൾ ലോകത്തിന് മുമ്പിലേക്കും എത്തിക്കുന്നത് പത്രമാധ്യമങ്ങളാണ്. ഇനി ഏതെങ്കിലും ഒരു പത്രത്തെ നമുക്ക് വിമർശിക്കണമെങ്കിൽ ആ വിമർശനം പോലും ഫലപ്രദമായ പ്രചാരം ലഭിക്കണമെങ്കിൽ അതെന്ത് തന്നെ വേണം? നമ്മൾ പത്രത്തെ ആശ്രയിക്കുക തന്നെ ചെയ്യണം. പത്രമെന്ന വിരോധാഭാസം ഇതത്ര വ്യത്യാസം അല്ലേ? പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ അതിന് പോലും നമ്മൾ പത്രത്തെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിരോധാഭാസമാണത്, അതൊരു വ്യത്യാസമാണ് അല്ലെ, വ്യത്യസ്തതയാണത്. അതാണ് ഇവിടെ പറയുന്നത്. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാത്തിനെ പറ്റിയും വൃത്താന്തങ്ങൾ വാർത്തകളാണ്. വൃത്താന്തം വാർത്തയാണ്. വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല അവയെ വിമർശിക്കുക കൂടി ചെയ്യുന്നു. നമുക്കറിയാം അല്ലേ, സൂര്യന് മുകളിലും താഴെയുമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് പത്രങ്ങളിലൂടെ വായിച്ചറിയാൻ സാധിക്കും. ഇന്ന് അതിനുള്ള സാധ്യതയുണ്ട്, ഇന്ന് നല്ല എന്നുമുണ്ട് അല്ലേ. ചന്ദ്രനിൽ ആദ്യമായി കാല് കുത്തിയത് ആരാണെന്ന് നമ്മൾ അറിയുന്നത് എന്തിലൂടെയാണ്? പത്രമാധ്യമങ്ങളിലൂടെയാണ് അല്ലേ. ഇന്നിപ്പോൾ ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞ് നമ്മൾ വിക്ഷേപിച്ച പേടകം അവിടെ എത്തിയതും ലാൻഡ് ചെയ്തതും അവിടെ വെച്ച് ഫോട്ടോഗ്രാഫികൾ എടുക്കുന്നതൊക്കെ നമ്മൾ ലൈവായി കണ്ടു. എങ്ങനെയാണ്? മാധ്യമങ്ങളിലൂടെയാണ്. സൂര്യന് മുകളിലുള്ളതാണ്, സൂര്യന് താഴെയുള്ള ഭൂമിയിലുള്ള സകല വാർത്തകളും നമ്മൾ അറിയുന്നത് പത്രങ്ങളിലും. അപ്പോൾ സൂര്യനും മുകളിലും താഴെയുമുള്ള എല്ലാ വാർത്തകളും നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നതിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ഒന്ന് പത്രമാധ്യമങ്ങളാണ്. അവ സ്ഥാനം പിടിക്കുക മാത്രമല്ല, വാർത്തകൾ നമുക്ക് നൽകുക മാത്രമല്ല, ആ സംഭവങ്ങളെ വിമർശിക്കുക കൂടി ചെയ്യുന്നുണ്ട് അല്ലേ, വിമർശിക്കുന്നില്ലേ? അപ്പം അത് വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. പത്രങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുന്ന പോലെ പത്രങ്ങൾ അത്രമാത്രം വിമർശിക്കപ്പെടുന്നില്ല. അത് വേറൊരു കാര്യമാണ്. പത്രങ്ങൾ ശരിക്കും നമ്മൾ വിമർശനാത്മകമായി നോക്കിക്കണ്ടാൽ, വിമർശിക്കുന്ന രൂപത്തിൽ നോക്കിക്കണ്ടാൽ ഒത്തിരി വിമർശനങ്ങൾ ഏറ്റുവാങ്ങത്തക്ക രൂപത്തിൽ നമ്മുടെ പത്രധർമ്മം മാറിയിരിക്കുന്നു എന്നുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ പത്രങ്ങളൊന്നും വേണ്ടത്ര എന്ത് ചെയ്യപ്പെടുന്നില്ല? വിമർശിക്കപ്പെടുന്നില്ല. ഇനി സ്വേച്ഛാധിപതികൾ പോലും, എന്താണ് സ്വേച്ഛാധിപതി? സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. രാജാക്കന്മാരൊക്കെ മന്ത്രിസഭാ യോഗത്തെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഭരണ സംവിധാനങ്ങളെയോ ഒന്നും വിലക്കെടുക്കാതെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഭരിക്കുന്നവരെയാണ് നമ്മൾ സ്വച്ഛാധിപതികൾ എന്ന് പറയാം. ഇച്ഛപ്രകാരം ഭരിക്കുന്നവരെയാണ് സ്വേച്ഛാധിപതികൾ എന്ന് വിളിക്കുക നമ്മൾ അല്ലേ. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരെയാണ് നമ്മൾ സ്വേച്ഛാധിപതികൾ എന്ന് വിളിക്കുന്നത്. കാരണം സ്വേച്ഛാധിപതികൾ പോലും, അങ്ങനെയുള്ള ആളുകൾ പോലും പത്രത്തെ ബഹുമാനിക്കുന്നുണ്ട്. കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് സ്വേച്ഛാധിപതികൾ പത്രത്തെ ബഹുമാനിക്കുന്നത്? അവർക്ക് പത്രത്തോടുള്ള ഭയം കൊണ്ടാണ്. കാരണം അവരുടെ ഭരണത്തെ കൃത്യമായി വിമർശിക്കാൻ പത്രങ്ങൾക്ക് സാധിക്കുമെന്നത് കൊണ്ട് തന്നെയാണ് അവർ പത്രങ്ങളെ ബഹുമാനിക്കാൻ കാരണം.
അവർ പത്രത്തെ ഭയപ്പെടുന്നു. ഭരണാധികാരി പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണെന്നാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ. ഭരണാധികാരിയായ ഒരു ദിവാൻ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തെ നിരോധിക്കുകയും പത്രാധിപരെ നാട് കടത്തുകയും ചെയ്തത് എന്തിൻ്റെ പേരിലാണ്? ആ പത്രത്തോടുള്ള പേടി കൊണ്ട് മാത്രമാണ്. കാരണം സത്യത്തിൻ്റെ നേരെ പിടിച്ച കണ്ണാടിയായി പത്രധർമ്മം മാറുമ്പോൾ സ്വേച്ഛാധിപതികൾ അവരെ ഭയപ്പെടുമെന്നുള്ളത് സത്യമാണ്, അല്ലേ? അപ്പോൾ സ്വേച്ഛാധിപതികൾ അവരെ ഭയപ്പെടാനുണ്ടായ കാരണം എന്താണ്? പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ പേടി മൂലമാണ്. അതിൻ്റെ മഹാശക്തിയാണ്, അതിനൊരു ശക്തിയുണ്ട്, അതൊരു മഹാശക്തിയാണ്, അല്ലേ? നെപ്പോളിയൻ തുറന്നു പറഞ്ഞു, ബയനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണ്. ബയനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസുകാരുടെയൊക്കെ തോക്കിന് മുന്നിലായി നമ്മളൊരു കത്തി കാണാം, അല്ലേ? ഒരു കത്തി, നമ്മൾ ആ കത്തിക്കാണ് ബയനറ്റ് എന്ന് പറയുക. അത് തിളങ്ങുന്നതാണ്, മൂർച്ചയുള്ളതാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ അമ്മ എന്ന പാഠം പഠിച്ച സമയത്ത് ബഷീറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ചുമരിൽ ബയനറ്റിൻ്റെ തിളക്കം കണ്ട് ബഷീർ ആകെ പേടിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. മക്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് ബയനറ്റ്. ആ ബയനറ്റിനേക്കാൾ എന്താണ് ഞാൻ പേടിക്കുന്നത്? പത്രത്തെയാണ്. അപ്പം തോക്കിൻ മുന്നിലെ ബയനറ്റിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് പത്രത്തെയാണ്. എന്തുകൊണ്ടാണ്? ബയനറ്റിൻ്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രങ്ങൾക്ക്. അതാണ് കാരണം തൂലിക എന്ന് പറയുന്നത് മക്കളെ, തൂലിക പോലെ ഇത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു വെപ്പൺ, ഒരായുധം ഈ ലോകത്ത് വേറെയില്ല. ലോകത്തെ മാറ്റിമറിച്ച ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാളോ ബോംബോ അണുവർഷമോ ഒന്നുമല്ല, തൂലികയാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണ് തൂലിക എന്ന് പറയുന്നത്. ആ തൂലികയോടുള്ള ഭയം കൊണ്ടാണ് നെപ്പോളിയൻ ഇങ്ങനെ പറഞ്ഞത്. എന്താ? ബയനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണ്. ഓർത്തു വെക്കണം, ആരാണത് പറഞ്ഞത്? നെപ്പോളിയൻ പറഞ്ഞത് എന്താണ്? അതൊന്ന് ഓർത്തു വെക്കണം മക്കളെ. ഞാൻ ബയനറ്റിനേക്കാൾ ഭയപ്പെടുന്നത് പത്രത്തെയാണ്. ബയനറ്റ് എന്ന് പറയുന്നത് തന്നെ മൂർച്ച കൂടിയ ഒന്നാണ്, അതിനേക്കാൾ താൻ ഭയപ്പെടുന്നത് പത്രത്തെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പത്രങ്ങളെ പറ്റി വാഴ്ത്തിപ്പറഞ്ഞ വാക്കുകൾക്ക് ക്ഷാമമില്ല. പത്രങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പറഞ്ഞ ഒത്തിരി വാക്കുകളുണ്ട്, അല്ലേ? രാഷ്ട്രീയത്തിലെ 4ാമത്തെ മഹാശക്തിയാണ് പത്രം, അല്ലേ? ജനാധിപത്യത്തിൻ്റെ 4 ശക്തികൾ, രാഷ്ട്രീയത്തിലെ 4 ശക്തികൾ ആരൊക്കെയാ? ജനം, രാഷ്ട്രീയ നേതാക്കൾ, ഭരണാധികാരികൾ, ദെൻ പത്രം. 4ാമത്തെ ശക്തിയാണ് പത്രം എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. വലിയൊരു ചിന്തകൻ പറഞ്ഞാണ് എന്ത്? 4ാമത്തെ ശക്തിയാണ്. 3 ശക്തി ജനങ്ങളും ജനപ്രതിനിധികളും ഭരണാധികാരികളും തന്നെയായിരിക്കാം. 4ാമത്തെ ശക്തി എന്ന് പറയുമ്പോൾ അത് പത്രങ്ങളാണ് എന്ന് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നു. തൻ്റെ ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്നും കിട്ടിയാന്ന് വരെ ഒരു എഴുത്തുകാരൻ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ആ അറിവ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് പത്രത്തിലൂടെയാണ് എന്ന ഒരു ചിന്തകൻ പറഞ്ഞു. എന്നാൽ പത്രങ്ങൾക്കുള്ള അങ്ങേയറ്റം പ്രശംസ ഏറ്റവും വലിയ സ്വാതന്ത്ര്യപ്രേമിയായ ജെഫേഴ്സണിൽ നിന്നാണ്. ഇത് പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കുമെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വെക്കണം. ജെഫേഴ്സൺ പറഞ്ഞ അഭിപ്രായം എന്താണ്? ആ അഭിപ്രായത്തിൻ്റെ സാധ്യത എന്താണ് എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ചോദ്യം ഈ പരീക്ഷയ്ക്ക് എൻ്റെ മക്കൾക്കുണ്ടാകും. ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, പബ്ലിക് എക്സാമിനേഷനും നിങ്ങൾക്കുണ്ടാകുമെന്ന ബോധ്യം എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് ജെഫേഴ്സൺ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ഒരു 100 ആവർത്തിയെങ്കിലും മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ച് വെക്കണം എൻ്റെ കുട്ടികൾ. പരീക്ഷയ്ക്ക് നിർബന്ധമായി അതുണ്ടാകുമേ. എന്താണ് ജെഫേഴ്സൺ പറഞ്ഞത്? പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ ഞാൻ അഭിലഷിക്കുക, ആഗ്രഹിക്കുക ഭരണമില്ലാത്ത പത്രമുള്ള അവസ്ഥയാണ്. പത്രമില്ലാത്ത ഭരണകൂടത്തിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഭരണകൂടങ്ങളില്ലാത്ത പത്രത്തെയാണ് എന്നതാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പത്രമുണ്ടായാൽ എല്ലാം ആയി എന്നല്ലേ ഇതിൻ്റെ താല്പര്യം, അല്ലേ? ഭരണാധികാരികൾ ഇല്ലെങ്കിൽ പോലും പത്രമുണ്ടായാൽ മതി എന്ന് പറയുന്ന മഹത്തായ ആശയത്തിലേക്കാണ് എന്തെത്തുന്നത്? ജെഫേഴ്സന്റെ ഈ അഭിപ്രായം എത്തുന്നത്, അല്ലേ? ഭരണമില്ലാത്ത പത്രങ്ങളെക്കാൾ ഞാൻ ഭരണമില്ലാത്ത പത്രങ്ങൾ മാത്രമുള്ള ഒന്നിനെയാണ്
ആഗ്രഹിക്കുന്നതെന്ന് ജെഫേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രമുണ്ടെങ്കിൽ അവിടെ ഭരണാധികാരികൾ പോലും വേണമെന്നില്ല. കാരണം എന്താണ്? ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ പത്രങ്ങൾക്ക് സാധിക്കും. അതല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ജെഫേഴ്സന്റെ അഭിപ്രായം സൂക്ഷ്മമായി ചിന്തിച്ചാൽ പത്രത്തിനെ പ്രശംസിച്ചതല്ല. അതൊരു മഹത്തായ സത്യമാണ്. ഭരണാധികാരികൾ ഇല്ലെങ്കിൽ പോലും, ഭരണമില്ലെങ്കിൽ പോലും പത്രമുണ്ടായാൽ മതി എന്ന് പറയുമ്പോൾ അത് പ്രശംസയല്ല. ഭരണാധികാരികളില്ലെങ്കിൽ പോലും പത്രം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ധർമ്മവും പാലിച്ചിരിക്കണം. അങ്ങനെയുള്ള പത്രങ്ങൾ മാത്രമാണ് നല്ല പത്രങ്ങൾ. അതല്ലേ ജെഫേഴ്സൺ പറഞ്ഞത്? പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണ് അതിനെ നിർവഹിച്ചാണ്. അത് സ്തുതിയല്ല. സ്തുതി എന്താണ്? പ്രശംസ തന്നെയാണ് കേട്ടോ. സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, പ്രശംസിക്കുക തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. താക്കീതാണ്. അതൊരു താക്കീതാണ്. അരാജകമായ ഒരു അവസ്ഥയിൽ പോലും, അരാജകം എന്ന് പറഞ്ഞാൽ രാജാവില്ലാത്ത അവസ്ഥ എന്നൊക്കെയാണ് അർത്ഥം. എന്താണ്? നാഥനില്ലാത്ത അവസ്ഥ, അരാജകത്വം, അരാജകമായ അവസ്ഥ, രാജാവില്ലാത്ത അവസ്ഥ, നാഥനില്ലാത്ത അവസ്ഥ എന്നൊക്കെ അർത്ഥം. ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. അതാണ്. ഭരണാധികാരികളില്ലാതെ വരുമ്പോൾ അരാജകമാവും. നീതിയും നിയമവും നമുക്കില്ല എങ്കിൽ ഈ ലോകം മുഴുവൻ അരാജകമാണ്. നീതിയും നിയമവും ഉണ്ടായിട്ട് പോലും നമ്മുടെ നാട് എത്രമാത്രം അരാജകമായിട്ടാണ് പോകുന്നത് എന്ന് നോക്കുക. അപ്പം ഭരണാധികാരികളില്ലെങ്കിൽ അരാജകത്വം ഉണ്ടാകും. ആ അരാജകത്വത്തിൽ നിന്ന് പോലും, അല്ലെങ്കിൽ അരാജകത്വം ഇല്ലാതെ ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ പത്രങ്ങൾക്ക് സാധിക്കപ്പെടുമ്പോൾ ആ പത്രങ്ങളെ ഞാൻ പ്രശംസിക്കുന്നു. അതാണ് ജെഫേഴ്സൺ പറഞ്ഞത്. അപ്പം പത്രങ്ങൾ എന്ത് ചെയ്യണം? ഭരണാധികാരികൾ ഇല്ലെങ്കിൽ പോലും ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ പത്രങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത്തരം പത്രങ്ങളെ ഞാൻ പ്രശംസിക്കുന്നു. അതാണ് ജെഫേഴ്സൺ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ പൊരുൾ. ആ ഉയർന്ന നിലയിൽ നിൽക്കണമെന്നും അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയിപ്പോകുമെന്നുള്ള ശ്രദ്ധേയമായൊരു ധ്വനി അതിലുണ്ട്. പത്രങ്ങൾ അത് മനസ്സിലാക്കിയോ എന്തോ, അല്ലേ? ജെഫേഴ്സൻ്റെ അഭിപ്രായം കേൾക്കുമ്പോൾ പത്രപ്രവർത്തകർക്ക് പത്രങ്ങളെ ഒന്നടങ്കം ജെഫേഴ്സൺ ഇതാ പ്രശംസിച്ചിരിക്കുന്നു എന്നൊന്നും പറയേണ്ട. എല്ലാ പത്രങ്ങളെയും അല്ല ജെഫേഴ്സൺ പറഞ്ഞത്. പത്രം എന്തായിരിക്കണം? ഭരണാധികാരികളില്ലെങ്കിൽ പോലും രാജ്യത്തെ നേർവഴിക്ക് നയിക്കാൻ പത്രങ്ങൾ പ്രാപ്തരാകുന്നുവെങ്കിൽ ആ പത്രങ്ങളെയാണ് പത്രമെന്ന് വിളിക്കേണ്ടത്. അതല്ല എങ്കിൽ പത്രം മറ്റെന്തോ ആയിപ്പോകും. അതിൽ നിന്നും താഴെ ഇറങ്ങുമ്പോൾ എന്തോ ആവും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പത്രധർമ്മത്തെക്കുറിച്ച് എൻ്റെ മക്കളൊന്ന് ചിന്തിക്കും. ഇന്നത്തെ പത്രങ്ങൾ അരാജകത്വം നിറഞ്ഞ അവസ്ഥയിൽ പോലും ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ പര്യാപ്തമായതാണോ? രാഷ്ട്രീയത്തിൻ്റെ മതത്തിൻ്റെയും പേരിൽ പേജുകൾ പകുത്തെടുത്തുകൊണ്ട് അവരെ സുഖിപ്പിക്കുകയും പ്രീണിപ്പിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് പത്രമാധ്യമങ്ങൾ മാറിയിട്ടില്ലേ? ചിന്തിക്കേണ്ട വിഷയമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് കൈക്കുമ്പിളിൽ ലോകത്തെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്, അല്ലേ? പോക്കറ്റിൽ ലോകത്തെ കൊണ്ട് നടക്കുന്ന തലമുറയാണ് നിങ്ങൾ, അല്ലേ? ഒരു വിരൽത്തുമ്പ് കൊണ്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ ലോകത്തെ നേരിട്ട് തൊട്ടറിയാൻ കഴിയുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ പത്രമാധ്യമങ്ങൾ, പത്രവായന എത്ര പേർക്കുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അങ്ങനെ വായിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. പത്രങ്ങൾ ഒരു രാഷ്ട്രീയത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി മറ്റേ രാഷ്ട്രീയത്തെ കണ്ണടച്ച് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള പത്രമാധ്യമങ്ങൾ ജെഫേഴ്സൺ പറഞ്ഞ തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ജെഫേഴ്സൺ പറഞ്ഞ ആ അഭിപ്രായത്തിലേക്ക് നമ്മുടെ പത്രങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നുണ്ടോ? ചിന്തിക്കണം. ക്ലിയറാണോ മക്കളെ? ഉഷാറല്ലേ? ഹാപ്പിയാണല്ലോ? ഓക്കെ. പത്രങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴല് കൂടിയുണ്ട്. ബഹുമതി മാത്രമല്ല, ചില കുറ്റപ്പെടുത്തലുകളും പത്രങ്ങൾക്കുണ്ട്. എന്താണ് അത്? ആദ്യകാലം തൊട്ട് തന്നെ ഒഴിയാബാധ പോലെ അതിനെ പിന്തുടർന്നുണ്ടായിരുന്നു. എന്താണ്? ഈ വശം മറക്കരുത്. എപ്പോഴും ആ വശം കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്തിൻ്റെയും മറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിവിരുദ്ധനായിരുന്ന ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്ന ചിന്തകനും എഴുത്തുകാരനും സാഹിത്യകാരനുമായ ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ദ്രോഹിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും തുറന്ന് കളിയാക്കിയിരിക്കുന്നു. ഒരിക്കലും മറക്കാനാവാത്ത ചില പ്രയോഗങ്ങൾ അദ്ദേഹം പത്രങ്ങൾക്കെതിരെ നടത്തി.
സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല. അതാ ഓസ്കാർ വൈൽഡ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പത്രത്തിനെതിരെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ? സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രങ്ങൾ വായിക്കാൻ കൊള്ളുകയുമില്ല. അപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യം എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. ഓസ്കാർ വൈൽഡ് പത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശേഷണം എന്താണ്? അപ്പോൾ വിശേഷണം ഇങ്ങനെയാണ്: സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രങ്ങൾ വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് പറഞ്ഞത് വൈൽഡിലെ സാഹിത്യകാരൻ അന്യൂനം ചെറുതല്ലാത്ത പക്ഷപാതം പക്ഷം ചേരൽ. ഇദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. ആര്? ഓസ്കാർ വൈൽഡ്. അതുകൊണ്ട് സാഹിത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പക്ഷം ചേരൽ കൊണ്ട് പത്രത്തെ കളിയാക്കിയതായിരിക്കാം, അല്ലെ? സാഹിത്യം വായിക്കപ്പെടണം എന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ചെറുതല്ലാത്ത പക്ഷപാതം സാഹിത്യത്തോടുണ്ട്. കാരണം അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്. അതുകൊണ്ടായിരിക്കാം. എന്നാൽ പക്ഷേ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്ന അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണെന്ന പ്രസ്ഥാനം പറ്റി ഇന്ന് വായനക്കാർ തെറ്റു പറയുമോ? അല്ലേ? പത്രങ്ങൾ നിലനിന്നു പോകുന്നത് അവയുടെ വഷളത്തരം കൊണ്ടാണ്. എന്താണ്? പത്രങ്ങളിലുള്ളത് മുഴുവൻ വഷളത്തരമാണെന്നൊരു ചിന്തകൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആശയം എന്താണ്? അതും പത്രങ്ങൾക്കേറ്റ കടുത്ത വിമർശനമല്ലേ? അല്ലേ? വഷളത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് പത്രങ്ങൾ നിലനിന്നു പോകുന്നത് എന്നാണ് മറ്റൊരാൾ പറഞ്ഞത്. ഓസ്കാർ വൈൽഡ് വില കൽപ്പിക്കാത്തവരെ കണ്ടേക്കാം. ഓസ്കാർ വൈൽഡിന് വേണ്ടത്ര വില കൊടുക്കാത്തവർ കണ്ടേക്കാം. ഇബ്സനെ അങ്ങനെ തള്ളാൻ കഴിയും. ആരാണ് ഇബ്സൻ? ഇബ്സൻ ആരാണ്? മക്കൾ മനസ്സിലാക്കണം. ലോക പ്രശസ്തനായ ഇംഗ്ലീഷ് നാടകകാരനാണ് കേട്ടോ. നാടകകാരനാണ്. ഷേക്സ്പിയറിനോടൊപ്പമോ ഒക്കെ നിർത്താവുന്ന ഒരു നാടകകാരനാണ് ഇബ്സൻ. ഇബ്സനാണ് ലോകത്തിൽ ആദ്യമായി നാടകത്തിൽ എന്താ എക്സ്പ്രഷണലിസം എന്ന് പറയുന്ന ഒരു പുതിയ പാതയിലേക്ക് നാടകത്തെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മികച്ച നാടകങ്ങളിലൊന്നാണ് ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന പാവവീട് എന്ന് പറയുന്ന നാടകം. ആ എഴുതിയ കാലഘട്ടത്തിൽ ആദ്യമായിട്ട്, ഒരു പക്ഷേ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ആദ്യമായിട്ടൊരു സ്ത്രീ സ്വാതന്ത്ര്യം വേണം, ഭർത്താവിൻ്റെ എന്താ പറയുക, ഭർത്താവിന് അണിയിച്ചൊരുക്കി കൊണ്ട് നടക്കാനുള്ള ഒരു ഡോൾ, പാവയല്ല സ്ത്രീ എന്നും സ്ത്രീക്ക് സ്ത്രീയുടേതായ സ്വാതന്ത്ര്യമുണ്ടെന്നും ആദ്യം തൻ്റെ നാടകത്തിലൂടെ വിളിച്ചു പറഞ്ഞ നാടകകാരൻ കൂടിയാണ് ഇബ്സൻ കേട്ടോ. ഇബ്സൻ എന്ന് പറയുന്നത് വിശ്വവിഖ്യാതനായ ലോകപ്രശസ്തനായ നാടകകാരനാണ്. അതുകൂടെ മക്കൾ ഓർത്ത് വെക്കുക. അങ്ങനെ തള്ളാൻ പറ്റുമോ? അങ്ങർ പറഞ്ഞത് ഒരിക്കൽ അതിലും കഠിനമാണ്. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ. മൃഗങ്ങളിലാണ് ശാസ്ത്രജ്ഞർ പരീക്ഷണം നടത്തുന്നാലേ, നമ്മളിപ്പോൾ ഒരു വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞാൽ, എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം അത് മൃഗങ്ങളിൽ പരിശോധിച്ചതിന് ശേഷമാണ്, പരീക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ മനുഷ്യരിലേക്ക് അത് പരീക്ഷിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടു ചിക്കുൻ കുനിയ എന്ന് പറയുന്ന മാരകമായ പകർച്ച വ്യാധിക്ക് വാക്സിൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയുള്ള വാക്സിനുകളും മരുന്നുകളും കണ്ടെത്തുമ്പോൾ അത് ആദ്യം പരീക്ഷിക്കുന്നത് മൃഗങ്ങളിലാണ്. അതുപോലെ രാഷ്ട്രീയക്കാരിലും പത്രപ്രവർത്തകരിലും പരീക്ഷണം നടത്തണം. മൃഗങ്ങൾക്ക് തുല്യരാണ് ഈ രണ്ട് വിഭാഗവും എന്ന് വിളിച്ചു പറഞ്ഞത് വിശ്വവിശ്രുതൻ പ്രശസ്തനായ നാടകകർത്താവ് സ്ഥാപിച്ചത് ഇബ്സൻ അല്ലേ? 2-3 വ്യംഗ്യാർത്ഥങ്ങൾ ഈ പരിഹാസത്തിൽ അടങ്ങിയിട്ടുണ്ട്. വ്യംഗ്യാർത്ഥം ഉള്ളിലടങ്ങിയ അർത്ഥം. വ്യംഗ്യ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉള്ളിലടങ്ങിയ അർത്ഥം എന്നാണ് അർത്ഥം. അതായത് ഒരു വാക്കിന് പറയുമ്പോൾ അർത്ഥം ഉണ്ടാവും, ഉള്ളിൽ മറ്റൊരു അർത്ഥം ഉണ്ടാവും അല്ലേ? ഇപ്പം ചാക്കിട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തേടി കണ്ടുപിടിക്കുക എന്നാണ് അതിൻ്റെ ഉള്ളിലടങ്ങിയ അർത്ഥം. ചാക്കിട്ട് പിടിക്കാനും ചാക്കിട്ട് ഇങ്ങനെ പിടിക്കുക എന്നുള്ളതല്ലേ അർത്ഥം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറൊരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിനാണ് നമ്മൾ വ്യംഗ്യാർത്ഥം എന്ന് പറയുക.
വ്യംഗ്യാർത്ഥങ്ങൾ ഈ പരിഹാസത്തിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് വ്യംഗ്യാർത്ഥങ്ങളുണ്ട്. എന്താണ് രാഷ്ട്രീയക്കാരെന്ന് പറയുന്നതും പത്രക്കാരെന്ന് പറയുന്നതും രണ്ടിനെയും മൃഗങ്ങൾക്ക് തുല്യമായി കാണുന്നവരാണ്. വിവേചന ബുദ്ധി ഇല്ലാത്തവരാണ്. മൃഗങ്ങൾക്കും മനുഷ്യനുമുള്ള പ്രധാന വ്യത്യാസങ്ങളൊന്ന് ചിരിക്കാനുള്ള കഴിവും ചിന്തിക്കാനുള്ള കഴിവുമാണ്. അപ്പോൾ മൃഗങ്ങൾക്ക് തുല്യരാണ് രാഷ്ട്രീയക്കാരും പത്രപ്രവർത്തകരും എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടർക്കും എന്തില്ല? ചിന്തിക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെയുള്ള വ്യംഗ്യാർത്ഥം അതിലുണ്ട്. മറ്റൊരു എഴുത്തുകാരൻ മറ്റൊരു സത്യം വിളിച്ചു പറഞ്ഞു. പത്രം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം മറ്റൊരു ചിന്തകൻ പറഞ്ഞ എന്താണ്? പത്രങ്ങൾ അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നു അല്ലേ? പത്രങ്ങളുടെ ഏറ്റവും വലിയ ഇതാണ് അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ടൊരു വാർത്ത എന്താ ചെയ്യുക? പുറത്തു വിടുക. അത് സത്യമായി തീരുമെന്ന വിശ്വാസത്തിൽ വീണ്ടും 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 അത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. അതും പത്രങ്ങൾക്കെതിരെ വന്ന ഒരു വിമർശനമാണ്. അതിന് ഏറ്റവും വലിയൊരു തെളിവായിട്ട് എൻ്റെ മക്കളോട് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞു തരാം. അമ്മയും കുടുംബവും അടക്കമുള്ള ഒരു വിദേശ സംഘം ഒരു പിക്നിക്കിന് പോകുന്നു. പിക്നിക്കിന് പോകുന്ന സമയത്ത് കൈക്കുഞ്ഞാണ് അമ്മയ്ക്കുള്ളത്. ആ തൊട്ടിലുള്ള കൈക്കുഞ്ഞിനെ കാണുന്നില്ല. നോക്കുമ്പോൾ കുറേ അകലെ ആ കുഞ്ഞ് മരണപ്പെട്ട് കിടക്കുന്നു. പത്രങ്ങൾ ഒന്നടങ്കം എഴുതി അമ്മ കുഞ്ഞിനെ കൊന്നു, അമ്മയ്ക്ക് മാനസിക വിഭ്രാന്തിയാണ് എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾ കൊട്ടിഘോഷിച്ച സമയത്ത് എന്ത് ചെയ്തു? നീതിന്യായ വ്യവസ്ഥ ആ അമ്മയെ 8 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു, സ്വന്തം കുഞ്ഞിനെ കൊന്നതിൻ്റെ പേരിൽ. പിൽക്കാലത്ത് അന്വേഷണങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. ആ കുഞ്ഞിനെ തൊട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്നായ കടിച്ചു കൊണ്ടുപോയി കൊന്നതായിരുന്നു. സത്യം പുറത്തു വന്നു. ആ അമ്മയെ 8 വർഷത്തിന് ശേഷം എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പത്രമാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് ആ നിരപരാധിയായ അമ്മ 8 വർഷക്കാലം ജയിലിൽ കഴിഞ്ഞത്. അപ്പം പത്രങ്ങൾ എന്ന് പറയുന്നത് അസത്യമാണ് വാർത്തകൾ പ്രചരിപ്പിക്കുകയും അത് സത്യമാകുമെന്ന വിശ്വാസത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അതും പത്രങ്ങളുടെ ഒരു വിമർശനമായി വന്നതാണ്. പത്രങ്ങൾക്ക് കിട്ടിയ മറ്റൊരു വിമർശനമാണ്. അപ്പം മക്കൾ നല്ലതും ഓർത്ത് വെക്കണം, വിമർശനവും ഓർത്ത് വെക്കണം. നല്ലത് പറഞ്ഞതാ ഒന്ന് ആരാണ്? ജെഫേഴ്സൺ ആണ് ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞത് അല്ലേ? പിന്നെ തെറ്റ് പറഞ്ഞത് ഓസ്കാർ വൈൽഡ്, ഇബ്സൺ, പിന്നെ 2 ചിന്തകന്മാരും. അത് ഒന്ന് ഓർത്തു വെക്കുക. പരിഹാസ ചതുരനായ സമർത്ഥൻ, പരിഹാസത്തിൽ സമർത്ഥനായ സാമുവൽ ബട്ട്ലറാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സത്യം പറഞ്ഞത്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. അപ്പം പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം എന്താണ്? അസത്യം പ്രചരിപ്പിക്കുകയും അത് അവിശ്വസിക്കാൻ, വാർത്ത കാണുമ്പോൾ തന്നെ വായനക്കാരന് വിശ്വസിക്കാൻ തോന്നില്ല. ആ ഒരു അവിശ്വസിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന വാർത്തകളാണ് പത്രങ്ങൾ നൽകുന്നതെന്നാണ് പരിഹാസത്തിൽ പരിഹാസങ്ങൾ പറയുന്നതിൽ സമർത്ഥനായ സാമുവൽ ബട്ട്ലർ എന്ന് പറയുന്ന നിരൂപകൻ പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. വിസ്മയം തോന്നുന്നു. എൻ്റെ വിസ്മയം 19-ാം നൂറ്റാണ്ടുകാരനായ ബട്ട്ലർ 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ വൈകിയ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന അസൂയാവഹമല്ലാത്ത അവസ്ഥാവിശേഷം അപ്പോഴേ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞു എന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? 19-ാം നൂറ്റാണ്ടിലാണ് സാമുവൽ ബട്ട്ലർ ഇത് പറഞ്ഞത്. പത്രങ്ങൾ അവിശ്വാസങ്ങൾ എഴുതുകയും അത് അവിശ്വസിക്കാൻ തന്നെ വായനക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹം പറയുന്നു, സുകുമാർ അഴീക്കോട് പറഞ്ഞെന്താണ്? ഇദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താണ്? 19-ാം നൂറ്റാണ്ടുകാരനായ സാമുവൽ ബട്ട്ലർ എങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിലെ നമ്മുടെ പത്രങ്ങൾ, അതായത് ഇന്നത്തെ 20-21-ാം നൂറ്റാണ്ടിലെ പത്രങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥ മുന്നേ കണ്ടു പറയാൻ ഇയാൾക്ക് എങ്ങനെ സാധിച്ചു? അതിനർത്ഥം സാമുവൽ ബട്ട്ലർ പറഞ്ഞ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ പത്രങ്ങൾ എന്ന് തന്നെയാണ് സുകുമാർ അഴീക്കോട് പറയുന്നത്. ഇനി വിസ്മയം തോന്നുന്നു എന്നാ വിളിച്ചു പറഞ്ഞത്. അങ്ങനെയൊന്നും ചിന്തിച്ചാണ് പത്രങ്ങൾ നാം വായിക്കുന്നത്. ധൂമം പുകയാണ്.
ധൂമപാനം, പുകവലി പോലെ അതൊരു ദുശീലമായി തോന്നുന്നു. അന്ന് മിക്ക പത്രം വായന ഒരു ദുശീലം പോലെ ജനങ്ങൾ പിന്തുടരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ശീലമല്ല എന്ന് പറയുന്നു. ആര്? ദുശീലം പോലെ പിന്തുടരുന്നു എന്നതുകൊണ്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ വളരെ ചെറുപ്പം മുതൽക്ക് വായിക്കാൻ തുടങ്ങിയ പത്രങ്ങൾ ഇന്നും വിടാതെ വായിക്കുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ വളർന്നത്. കാലം കുറേ കഴിഞ്ഞപ്പോൾ ആദ്യകാല സ്വഭാവത്തിൽ നിന്ന് ആ പത്രങ്ങൾ എത്രയോ അകലെ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യകാലത്തുണ്ടായിരുന്ന പത്രധർമ്മത്തിൽ നിന്നും ഇന്നത്തെ പത്രങ്ങൾ എത്രയോ മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയുന്നു. ആ പത്രങ്ങൾ എത്രയോ അകലെ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഇന്നും ആ പത്രങ്ങൾ തന്നെ വായിച്ചു വരുന്നു. പക്ഷേ ഞാൻ ഇന്നും ആ പത്രങ്ങൾ തന്നെയാണ് വായിക്കുന്നത്. കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം? നല്ല പത്രം വായിക്കണമെന്ന് വെച്ച് ചീത്ത പത്രം നിർത്തുന്നവൻ വിഡ്ഢിയാക്കപ്പെടുന്നു. ഓർത്ത് വെക്കണേ. നല്ല പത്രങ്ങൾ വായിക്കണമെന്ന് കരുതി ചീത്ത പത്രം നിർത്തുന്നവൻ വിഡ്ഢിയാക്കപ്പെടുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിച്ച് പറയാവുന്ന ഒരു പത്രം ഇന്നില്ല. എല്ലാം ഒരുപോലെയാണ്. അതൊരു പുകവലി ശീലം പോലെ, ദുശീലം പോലെ പിന്തുടരുക എന്നല്ലാതെ സത്യമറിയാൻ വേണ്ടി ഒരു പത്രം തിരഞ്ഞെടുക്കാൻ ഇന്ന് കഴിയില്ല. ഇന്നെല്ലാ പത്രങ്ങളും അങ്ങനെ ആയിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. പല പത്രങ്ങൾ വായിക്കുന്നത് അവയിൽ വരുന്ന പലതരത്തിലുള്ള കള്ളങ്ങൾ താരതമ്യം ചെയ്ത് അവയെപ്പറ്റി ആലോചിച്ച് ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യത്തിൻ്റെ സമീപത്ത് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും. ഗുണിക്കൽ, ഹരിക്കൽ, അഭ്യൂഹം, കേട്ടുകേൾവിയാണ്, ഭാവന തുടങ്ങി പലതും. അപ്പം എന്താണ് അദ്ദേഹം പറയുന്നൊരു വാക്കാണ്. ഞാൻ പണ്ട് വായിച്ച പത്രങ്ങൾ അതുപോലെ തന്നെ ഇപ്പോഴും വായിക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പത്രം കൂടി വായിക്കുമ്പോൾ അതിൽ നിന്നും ഒരു പക്ഷേ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചെറിയൊരു സത്യത്തെ തിരിച്ചറിയാം. 10 പത്രങ്ങളിലെ വാർത്തകൾ ഒന്നിച്ച് കിട്ടുമ്പോൾ അതിൽ 10ൽ നിന്നും എങ്ങനെയെങ്കിലും സത്യത്തിൻ്റെ നേരൊരു അംശം കണ്ടെത്താൻ പറ്റുമെന്നത് കൊണ്ടാണ്. അതിനൊരു പക്ഷേ ഗുണിക്കലോ, ഹരിക്കലോ, ഭാവന കാണലോ, കേട്ടുകേൾവിയുള്ള കാര്യങ്ങൾ കേൾക്കുകയോ ഒക്കെ വേണ്ടി വരും. അപ്പോൾ സത്യത്തിൻ്റെ സമീപത്ത് അല്പമെങ്കിലും എത്താൻ കഴിയുമോ എന്നറിയാൻ. അപ്പോൾ നമ്മുടെ പത്രങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? അഭ്യൂഹങ്ങളും ഭാവനയൊക്കെയാണ് എഴുതുന്നത് എന്നുള്ളതാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രബന്ധത്തിലെ വിമർശനം പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വിമർശനമുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക ശൈലിയുണ്ട് പ്രസംഗത്തിന്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരിക്കലും ഞാൻ കോഴിക്കോട് വെച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ താഴ്ന്ന ശബ്ദത്തിലാണ് അദ്ദേഹം പറയുക. അദ്ദേഹത്തിൻ്റെ ശൈലി ഞാൻ കടമെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഒരിക്കൽ കടപ്പുറത്ത് വെച്ച് പറഞ്ഞ എങ്ങനെയായിരുന്നു? ഈ ഐ ടി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇൻഫർമേഷൻ ടെക്നോളജി എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് ഐസ്ക്രീം ടെക്നോളജിയാണ് എന്ന് എനിക്ക് മനസ്സിലാകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. ഇങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം സശ്രദ്ധം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വിമർശനങ്ങളുടെ ശക്തമായ അസ്ത്രങ്ങൾ അദ്ദേഹം വാക്കുകളിലൂടെ പ്രയോഗിക്കാറുണ്ട്. ആ വിമർശനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ പ്രബന്ധത്തിലും ഉള്ളതെന്ന് കൂടി വായിക്കാം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറിനേക്കാൾ കൂടുതൽ മക്കൾക്ക് ഞാൻ പരീക്ഷാ പേപ്പറിൽ നിന്നും വിവിധ വർഷങ്ങളായി വന്നിരിക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിന്നും എടുത്ത കുറച്ച് ചോദ്യങ്ങളാണ്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മക്കളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇത് പരീക്ഷകൾക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. സാമുവൽ ബട്ട്ലറുടെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്താണ്? അസത്യ വാർത്തകളിലൂടെ പത്രങ്ങൾ സ്വന്തം വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. അതല്ലേ ഉദ്ദേശിച്ചത്? ഓർത്ത് വെക്കണം എൻ്റെ മക്കൾ. ഒരു മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട്.
ഒരുപക്ഷെ ജെഫേഴ്സൻ്റെതാവാം, സാമുവൽ ബട്ട്ലറിൻ്റെതാവാം, ഓസ്കാർ വൈൽഡിൻ്റെതാവാം, അതല്ലെങ്കിൽ ഇബ്സൻ്റെതാവാം. ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതിലടങ്ങിയിരിക്കുന്ന പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെ അസത്യ വാർത്തകളിലൂടെ പത്രങ്ങൾ സ്വന്തം വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളില്ല. പത്രനീതി. പത്രങ്ങളെ സംബന്ധിച്ച് ഈ രണ്ട് നിരീക്ഷണങ്ങളും പത്രനീതി എന്ന ലേഖനവും വിലയിരുത്തി സമൂഹ പുരോഗതിയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. എൻ്റെ മക്കളെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പ്രഭാഷണം എന്തൊക്കെയാണ് പ്രഭാഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ അഭിസംബോധന വേണം. തന്നിരിക്കുന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള വാക്കുകൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അവസാനം ഉപസംഹാരം ഉണ്ടായിരിക്കണം. ഒക്കെയുള്ള പ്രഭാഷണത്തിനൊരു ശൈലിയുണ്ട്. അപ്പോൾ അരാജകമായ അവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞത് ആരാണ് മക്കൾ പറയൂ? ജെഫേഴ്സൺ പറഞ്ഞത്. എന്നാൽ സാമുവൽ സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഓസ്കാർ വൈൽഡാ. രണ്ടും വെച്ച് പത്രനീതി എന്ന പാഠഭാഗത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പത്രം സമൂഹ പുരോഗതിയിൽ മാധ്യമങ്ങളുടെ പങ്ക്. സത്യത്തിൽ സമൂഹ പുരോഗതിക്ക് പക്ഷം നിന്നുകൊണ്ടുള്ള പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പത്രപ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. 1910 നാട് കടത്തപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെപ്പോലുള്ള മാധ്യമത്തിൻ്റെ അർത്ഥവും പൊരുളും അറിഞ്ഞ പത്രപ്രവർത്തകരുണ്ടെങ്കിൽ സമൂഹ പുരോഗതിക്ക് വേണ്ടി പത്രങ്ങൾ നിലകൊള്ളുക തന്നെ ചെയ്യും. എന്നാൽ പത്രങ്ങൾ നിലകൊള്ളേണ്ടത് എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ എഴുതേണ്ടത് പത്രം ചെയ്യേണ്ട ധർമ്മം എന്തൊക്കെയാണ്? സത്യത്തിന് നേരെ പിടിച്ചിരിക്കണം, അല്ലേ? ഓസ്കാർ വൈൽഡ് സാമുവൽ ജെഫേഴ്സൺ പറഞ്ഞ ആശയം ആദ്യം എഴുതണം എൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ആദ്യം നല്ലത് എഴുതുക, പിന്നെ പോരായ്മ എഴുതുക, അതിനുശേഷം എന്തായിരിക്കണം പത്രം എന്ന നിങ്ങളുടെ അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് വേണം പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ് എന്നുകൂടി എഴുതുക. അതൊക്കെയാണ് പ്രഭാഷണത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാത്ത പത്രമാണ്. അത് ജെഫേഴ്സൺ പറഞ്ഞ കാര്യം തന്നെയാണ്. ജെഫേഴ്സൺ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടാണ്? രണ്ട് നിരീക്ഷണം എഴുതുക. എന്താണ്? അരാജകമായ അവസ്ഥയിൽ പോലും ജനങ്ങളെ നേർവഴിക്ക് നടത്താൻ പത്രങ്ങൾക്ക് സാധിക്കണം, ഒന്ന്. പിന്നെയോ അങ്ങനെ പത്രങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രമേ പത്രങ്ങൾ പ്രശംസിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു അഭിനന്ദനമല്ല, താക്കീതാണ്. ഈ 2 പോയിന്റ് വെച്ചുകൊണ്ടായിരിക്കണം 2 മാർക്കിൻ്റെ ചോദ്യമാണെന്ന് കൂടെ മക്കൾ ഓർത്ത് വെക്കുക. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ അത് എതിർപ്പിന് പോലും പ്രചാരം ലഭിക്കണമെങ്കിൽ പത്രം തന്നെ ആശ്രയിക്കണം. സാമൂഹിക മാധ്യമങ്ങൾ വ്യാപകമായി കാലഘട്ടത്തിൽ ഈ പ്രസ്താവന എത്രത്തോളം പ്രസക്തമാണ് വിലയിരുത്തുക, അല്ലേ? ഇന്ന് പത്രത്തെ തന്നെ ആശ്രയിക്കേണ്ടതല്ല, വിമർശിക്കാൻ ഇന്ന് ഒത്തിരി മാധ്യമങ്ങൾ. അപ്പോൾ ഈ ഒരു ചോദ്യത്തെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാധ്യമത്തിലൂടെ വേണം ചർച്ച ചെയ്യാൻ. സുകുമാർ അഴീക്കോട് പറഞ്ഞിരിക്കുന്നത് പത്രങ്ങളെ വിമർശിക്കേണ്ടി വന്നാൽ ആ വിമർശനത്തിൽ പ്രചാരം കിട്ടണമെങ്കിൽ പോലും നാം ആരെ ആശ്രയിക്കേണ്ടതുണ്ട്? പത്രങ്ങളെ ആശ്രയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നവമാധ്യമങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉയർന്ന അവസ്ഥ നിൽക്കുമ്പോൾ പത്രങ്ങളെക്കാൾ നമുക്ക് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ടെലഗ്രാം ആണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ വിമർശനങ്ങളെ ശക്തമായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനുള്ള നവമാധ്യമങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് പത്രങ്ങളെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ ജനത, ഇന്നത്തെ കൗമാരം, ഇന്നത്തെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നവമാധ്യമങ്ങളെയാണ് എന്ന ചിന്തയിൽ ഊന്നിക്കൊണ്ട് വേണം എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഉത്തരം എഴുതാൻ. ഇത്രയൊക്കെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ പത്രനീതി എന്ന പാഠം. പത്രനീതി മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം. കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സാറിന് കമൻറ്റ് ബോക്സിൽ ഇടണം. എല്ലാവരും വായിക്കണം. നമ്മൾ അടുത്ത പാഠവുമായി വീണ്ടും നമ്മൾ കാണും. അതുവരേക്കും ബൈ ഡിയർ.